ഇന്നലെ ഇപ്പം നൈറ്റ് ലൈവിൽ അർജുനും ശ്രീതു ഒക്കെ ഡാൻസ് പ്രാക്ടീസ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ ശ്രീതു അർജുൻ ഇങ്ങനെ ഇരുന്നിട്ട് അപ്പൊ ശ്രീതുവിന്റെ മേത്തേക്ക് അപ്പൊ അർജുൻ തലയൊക്കെ ചാച്ചു വെക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അവരവിടെ ഇരുന്ന് കളിയാക്കുന്നുണ്ടായിരുന്നു. അപ്സര, ജാസ്മിൻ അവരൊക്കെ കളിയാക്കുന്നുണ്ടായിരുന്നു ഇത്രയ്ക്കൊക്കെ വേണോന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോഴാണ് അർജുൻ അതെന്റെ ശ്രീതുവിനോട് പറയാണ് കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു ഇതെന്നൊക്കെ ഉള്ളത്. ശ്രീതു ആദ്യം എന്തെന്നൊക്കെ ചോദിക്കുന്നതിനായിട്ട് ശ്രീതു പറയുന്നുണ്ട് പാട്ട് വരുന്നുണ്ടെന്നൊക്കെ. ശ്രീതു അർജുനായിട്ട് ഭയങ്കര കമ്പനിയൊക്കെ ആയിട്ടായിരുന്നു ഡാൻസ് കളിക്കുകയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരെ പ്രാക്ടീസ് മൊമെന്റ്സ് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്നുണ്ട്. ശ്രീതു ഭയങ്കര ഹാപ്പി ആയിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ വന്നതിന് ശേഷം 2 ദിവസത്തേക്ക് ശ്രീതു ഭയങ്കര മൂഡ് ഔട്ട് ആയിട്ടൊക്കെ ആയിരുന്നു നടക്കണ കണ്ടിട്ടുണ്ടായിരുന്നത്. ലാലേട്ടന്റെ ഇതിനു വേണ്ടി ഡാൻസ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ പേരൊക്കെ ആവാൻ വേണ്ടി അർജുൻ വന്നപ്പോൾ ശ്രീതുവിന് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഇത് ഒരുപാട് നേരം അർജുൻ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്ത് ഭയങ്കര എൻജോയ് ചെയ്താണ് ഇവർ ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീതുവിന് അത്ര അർജുന ഇഷ്ടമല്ലെങ്കിൽ ശ്രീതു അവിടെയൊക്കെ റിയാക്ട് ചെയ്യേണ്ടതാണ്. തമാശക്കാണ് പറയുന്നെങ്കിൽ പോലും. പക്ഷെ ശ്രീതു അതൊക്കെ എൻജോയ് ചെയ്യുന്ന പോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ചിലപ്പോൾ ശ്രീതുവിന് അർജുനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അമ്മ പറഞ്ഞാലും വിടാൻ താല്പര്യമില്ലായിരിക്കും. പക്ഷെ അമ്മ പറഞ്ഞ കാര്യമൊന്നും അർജുനോട് ശ്രീതു പറയുകയും ചെയ്തില്ല. ബിഗ് ബോസ് സീസണും തമിഴും എല്ലാം കണ്ടു വന്നേക്കണ ശ്രീതുവിന് ശരിക്കും പറഞ്ഞാൽ വോട്ട് കോംബോ ആയിട്ട് നിന്നാൽ കിട്ടുമെന്നൊക്കെയുള്ളത് നന്നായിട്ട് തന്നെ അറിയാമായിരിക്കും. അപ്പൊ ആ ഒരു രീതി നിൽക്കുന്നതാണോ എന്നും അറിയില്ല. കാരണം 2 ദിവസം ശ്രീതു മാറി നിന്നപ്പോൾ ശ്രീതുവിന് പ്രത്യേകിച്ച് കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആ ഒരു സ്ക്രീൻ സ്പേസും കാര്യങ്ങളും എല്ലാം തന്നെ അർജുന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളത് പുള്ളിക്കാരിക്ക് അറിയാം. അതുമാത്രമല്ല വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് വോട്ട് കിട്ടും എന്നൊക്കെയുള്ള രീതിയിൽ ശരിക്കും തന്നെ ഇവർക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ. അങ്ങനെയൊക്കെ തന്നെയാണ് ഇവരൊക്കെ നിൽക്കുന്നതും. അർജുനെ സംബന്ധിച്ച് ഈ കോംബോ ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് അർജുന് നല്ലത്. കാരണം കുറച്ചുകൂടി എന്തായാലും ശ്രീതുവിനേക്കാളും ബെറ്റർ ആയിട്ട് ഗെയിം കളിക്കുന്ന ഒരാൾ അവിടെ അർജുൻ തന്നെയാണ്. അപ്പൊ വോട്ട് സ്പ്ലിറ്റ് ഒക്കെ ആയി പോകുമ്പോൾ അർജുന്റെ ഇതിനെ തന്നെയാണ് അത് ബാധിക്കുന്നത്. ലാസ്റ്റ് മിക്കവാറും ഒരു ടോപ്പ് 7 ഒക്കെ ആണ് ഇവർ രണ്ടുപേരും ഒന്നിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായാലും അർജുൻ വോട്ട് പറയാനൊക്കെ നല്ല സാധ്യതയുണ്ട്. ഇവർ രണ്ടുപേരും സ്പ്ലിറ്റ് ആയിട്ട് നിന്നപ്പോഴേക്ക് അർജുന് നല്ല വോട്ടുണ്ടാവുകയും ഇവർ വീണ്ടും കോംബോ ഒക്കെ ആയിട്ട് വന്നപ്പോൾ ഇപ്പോൾ അർജുന്റെ ഒക്കെ വോട്ടിൽ ഭയങ്കര കുറവൊക്കെ വന്നിട്ടുണ്ട്. പൊസിഷനൊക്കെ ലാസ്റ്റിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. ലാസ്റ്റ് അപ്പോൾ മിക്കവാറും ഫിനാലയിൽ അത് ബാധിക്കാനൊക്കെ സാധ്യതയുണ്ട്. എന്താണ് ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം?